ന്യൂ ഇയർ ആയിട്ട് എനിക്ക് രാവിലെ സ്കൂളിൽ പോകലായിരുന്നു പരിപാടി. കാരണം രാവിലെ സ്കൂളൊക്കെ കഴിഞ്ഞ് അസംബ്ലി ഉണ്ടായിരുന്നു, സ്പെഷ്യൽ അസംബ്ലി ആയിരുന്നു. അങ്ങനെ അറ്റൻഡൻസ് ബുക്ക് നോട്ടീസ് ബോർഡ് എടുത്ത് ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോയി. ദെൻ അവർക്ക് ഇൻ്റർവൽ ടൈം ആയിരുന്നു. ഇൻ്റർവെലൊക്കെ കഴിഞ്ഞ് അവർ ലേസ് ഒക്കെ കൊണ്ടുവന്നു. ദെൻ എനിക്കൊരു ചായയും അതിൻ്റെ കൂടെ കഴിക്കാൻ ആരോ റൂട്ട് ബിസ്ക്കറ്റും കിട്ടി. ആരോ റൂട്ട് ബിസ്ക്കറ്റ് ഞാൻ വെറുതെ കഴിക്കാറില്ല, ചായയിൽ മുക്കിയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ദെൻ എനിക്കൊരു കുഞ്ഞാണെങ്കിൽ 2025 ഒരു ചെറിയൊരു സ്മോൾ പ്രസൻറ്റ് അവളായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല രസമുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് സ്കൂൾ വക തന്നെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത ഒരു കേക്ക് ഉണ്ടായിരുന്നു. ക്യാരറ്റ് കേക്കാണ് അത്. എല്ലാവർക്കും നമ്മുടെ സ്റ്റാഫിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവർക്കും നമുക്ക് സ്കൂൾ വക തന്നെയാണ് നമുക്ക് കിട്ടിയത്. ദെൻ ലഞ്ചൊക്കെ കഴിച്ച് വൈകിട്ട് ഞാൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ എനിക്കൊരു ഹോം ട്യൂഷൻ ഉണ്ടായിരുന്നു, അങ്ങോട്ടാണ് പോയത്. അവിടെയാണെങ്കിൽ ഞങ്ങൾ ന്യൂ ഇയർ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരുമായിട്ട് പങ്കുവെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു. ദെൻ ഞാൻ പുറത്ത് ഔട്ടിങ്ങിനായിട്ടൊന്നും പോയില്ല. ദെൻ ഈവനിങ് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു വെജ് ഹോട്ടലായിട്ടാണ് പോയത്. നമ്മൾ പോത്തങ്കോട് ശരവണാസ് ഹോട്ട് ദോശ, നല്ല ടേസ്റ്റുള്ള പൂരിയും അതോടൊപ്പം ഞാൻ ഒരുപാട് നാളായി ഊത്തപ്പമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഒരു ഊത്തപ്പം ഓർഡർ ചെയ്തു. അതോടൊപ്പം ഒരു ബൂസ്റ്റും ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. കുറേ നാളായി ഒരു വെജ് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചത്. നല്ല കിടിലമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു എന്താ പറയുക ന്യൂ ഇയർ വിശേഷം എന്ന് പറയുന്നത്. കാരണം ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് വേറെ ഒരു പരിപാടിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. സോ എല്ലാവർക്കും